നമസ്കാരം. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ആധാരം പണയം വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് കാലം നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇന്ന് പലയിടങ്ങളിലും കുറേ ആൾക്കാർ തെരുവോരങ്ങളിൽ പാട്ട് പാടുന്നത് കാണാം. ഒരുപാട് ബസ്സുകൾ ബോർഡ് വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാണാം. എന്ത് ബോർഡാണ്? ചികിത്സാ സഹായം എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് നാട്ടുകാരും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളും ഒക്കെ പലരും ചികിത്സാ സഹായത്തിന് വേണ്ടി പണം പിരിക്കേണ്ട സാഹചര്യം. ഇന്ന് യൂട്യൂബ് എടുത്താൽ തന്നെ പല ഓർഗനൈസേഷനും അവരുടെ വീഡിയോ കുട്ടികളുടെയൊക്കെ അസുഖം ബാധിച്ച് കിടക്കുന്ന കുട്ടികളുടെയൊക്കെ വീഡിയോ ഇട്ടിട്ട് അങ്ങനെയെങ്കിലും ഫണ്ട് കളക്ട് ചെയ്തവർക്ക് കൊടുക്കുന്ന സാഹചര്യം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് എത്തിപ്പെടുന്നത്? ഹോസ്പിറ്റലൈസേഷനിൽ നല്ല രീതിയിലുള്ള എക്സ്പെൻസാണ് ഇന്ന് വരുന്നത്. ഒരു പക്ഷേ നമുക്കൊരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകെ അവതാളത്തിലാവുന്ന ഒരു രീതിയിലേക്കാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല. സിസ്റ്റമാറ്റിക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ സേവിങ്സ് ആണെങ്കിലും നമ്മുടെ ജീവിതമാണെങ്കിലും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇൻഷുറൻസിനെ കുറിച്ച് വലിയ ബോധമില്ല. നമ്മളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് റിപ്പയറിങ് അതിൻ്റെ പൈസയും കാര്യങ്ങളും എവിടുന്ന കിട്ടുക? ഇൻഷുറൻസ് കമ്പനിയാണ് തരിക, അല്ലേ? അതേപോലെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന്, മെഡിക്ലെയിം എന്നൊക്കെ പറയും. അപ്പം നമ്മൾക്കും നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മുടെ സമ്പത്തിനെയോ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചിലവുകൾ, ഹോസ്പിറ്റലിലെ ചിലവുകളും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ചിലവ്, അവിടെ ഉപയോഗിക്കുന്ന ഐറ്റത്തിൻ്റെ ചിലവ്, സർജറിയുടെ ചിലവ്, തിരിച്ച് വീട്ടിൽ വരുന്ന ചിലവ്, വീട്ടിൽ വന്നിട്ട് നമ്മൾ അതിനുള്ള റെസ്റ്റിന് ചിലവ്, നമുക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഓരോ ദിവസവും നമുക്ക് റൂമിൻ്റെ ചിലവ്, നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫണ്ട് എല്ലാ ദിവസവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ എമൗണ്ടും നമുക്ക് കിട്ടും. അതിനെന്ത് ചെയ്യണം? ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അത് അനിവാര്യമാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു 4 കമ്പനികളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻഷുറൻസിൽ ചെക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ അതെല്ലാം ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. 2, നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. ബേസിക് ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. ആ ഹോസ്പിറ്റൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വേണം. അതുപോലെ നാട്ടിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു 100-200 കിലോമീറ്റർ അകലെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്. വലിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റോ ഇങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു മെഡിക്കൽ കോളേജിലും തൊട്ടടുത്ത മെഡിക്കൽ കോളേജിലും ഇതിന് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു 2 ഫെസിലിറ്റീസ് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള തൊട്ടടുത്ത ഹോസ്പിറ്റൽ, ഒരു വലിയൊരു മെഡിക്കൽ കോളേജ്, ഈ 2 ഹോസ്പിറ്റൽ. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഇവരുടെ എഗ്രിമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കണം. ആ എഗ്രിമെൻറ്റിലാണ് ഇവർ കണ്ടമാനം സാധനങ്ങൾ പിടിപ്പിക്കുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു സർജറി എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി അവർ റിജക്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ടാകും. അതുപോലെ നല്ല കമ്പനികൾ ചൂസ് ചെയ്യുക. ഒരുപാട് കമ്പനിയുണ്ട്. അതിൽ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റും കാര്യങ്ങളും റേഷ്യോ ഒക്കെ ഉള്ള നല്ല കമ്പനിയെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 കമ്പനികൾ എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് HDFC എർഗോ ഒപ്റ്റിമ സെക്യൂർ എന്ന് പറഞ്ഞൊരു പ്ലാനാണ്. HDFC എർഗോ ആണ് നമ്പർ 1 ഒരു കമ്പനി. എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് HDFC എന്ന് പറയുന്നത്. എല്ലാ ടൈപ്പും നിങ്ങളിപ്പോൾ ഏതൊരു ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനി എടുത്ത് നോക്കിയാലും ഏതൊരു കമ്പാരിസൺ സൈറ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അവിടെയൊക്കെ നമ്പർ 1 ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിരിക്കും HDFC. HDFCയുടെ കേസിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വരുന്ന 10,000+ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് അവർക്കുണ്ട്. അവരുടെ ഇയർലി പ്രീമിയം വരുന്നത് ഏകദേശം 13,000 രൂപയാണ് വരുന്നത്. അതേ കേസിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ് കെയർ ഹെൽത്ത് എന്ന് പറയുന്നത്. കെയർ ഹെൽത്തിൻ്റെ കെയർ സുപ്രീം എന്ന് പറഞ്ഞ പ്ലാനാണ്. അതിൽ 10 ലക്ഷം രൂപയുടെ ഒരു കവർ എമൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7,800ഓളം ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് അവർക്കുണ്ട്. 10,593 രൂപ കൊടുത്താൽ മതി. ഇതേ 10 ലക്ഷം രൂപയുടെ പാക്കേജിന് HDFCയിൽ 13,098 രൂപയും ഈ കെയറിൽ 10,593 രൂപയും ആയി. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 2,500 രൂപ കുറഞ്ഞ് കിട്ടി കെയറിൻ്റെ കേസിൽ. ഇതിനേക്കാളും കുറയും അടുത്ത കേസായ ഡിജിറ്റ് ഹെൽത്ത് ഇൻഫിനിറ്റി വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഗോ ഡിജിറ്റിൻ്റെ ഒരു കേസിൽ. ഞാൻ എൻ്റെ കാഞ്ഞങ്ങാട് ഒരു നല്ലൊരു ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ കാഞ്ഞങ്ങാടുകാർക്ക് ഏകദേശം ഒരു അത്യാവശ്യം ഒരു നല്ലൊരു മൂഡൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഐശാൽ മെഡിസിറ്റിയാണ്. ഐശാൽ മെഡിസിനെ സംബന്ധിച്ച് ഇവിടെ ഏതെങ്കിലും നെറ്റ്വർക്കുള്ള ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അന്വേഷിച്ച് പോയപ്പോൾ ഈ ഗോ ഡിജിറ്റിൻ്റെ അവിടെ നെറ്റ്വർക്ക് ഉണ്ട്. ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഗോ ഡിജിറ്റിൻ്റെ കേസിൽ 10 ലക്ഷം രൂപയുടെ ഒരു കവർ എമൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10,000+ അവർക്ക് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ 9,774 രൂപ നമ്മൾ ഒരു വർഷത്തേക്ക് കൊടുത്താൽ മതി. അടുത്ത കേസ് നിവാബൂപ്പ
നിവ ബൂപ്പ വലിയൊരു കമ്പനിയാണ്. നിവ ബൂപ്പൻ്റെ കേസിലും ഇതേപോലെ 10 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും കുറവ് പ്രീമിയം 9188 രൂപ കൊടുത്താൽ മതി. 10,000+ ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 കമ്പനിയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി അത് തന്നെയാണ്, ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. ഒരുപാട് കമ്പനികളുണ്ട്, അതിൽ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കമ്പനിയാണ്. പക്ഷേ ഞാൻ ഈ കമ്പനിയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ എന്താ പറഞ്ഞത്, എൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം നോക്കി നിങ്ങളുടെ നാട്ടിൽ നെറ്റ്വർക്കുള്ള രണ്ട് ഒരു മെഡിക്കൽ കോളേജും ഒരു ഹോസ്പിറ്റൽ, ഈ 2 നോക്കണം. എന്നിട്ടാണ് നിങ്ങളത് സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇതാ HDFC ഇർഗോ ആണ് ബെസ്റ്റ്, എൻ്റെ വീടിനടുത്ത് ഹോസ്പിറ്റലില്ല, അടുത്ത മെഡിക്കൽ കോളേജില്ല, എത്രയോ ദൂരം പോകണം മെഡിക്കൽ കോളേജിലേക്ക്, അങ്ങനെയുള്ള കേസിൽ എന്തിനാണ് എടുക്കുന്നത്? നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ തൊട്ടടുത്തല്ലേ നിങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ അവിടെയല്ലേ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ടത്. അങ്ങനെയുള്ള കേസിൽ നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കമ്പനി എടുക്കാൻ ശ്രമിക്കണം. പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏജൻറ്റുമാർ എവിടെയോ ഉള്ള കമ്പനിയൊക്കെ നമുക്ക് തട്ടിത്തരും. ഒരു നെറ്റ്വർക്കും ഇല്ലാത്ത ഒരു നെറ്റ്വർക്ക് ഇവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി വന്നു കഴിഞ്ഞാൽ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല. അത് എവിടെയാണുള്ള അവിടത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് അതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തൊട്ടപ്പുറത്തും വേണം. അതുപോലെ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കണം. കൺസ്യൂമബിൾസ് എന്ന് കറക്റ്റ് പറയും. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഗ്ലൗ അങ്ങനെയുള്ള കുറേ സാധനങ്ങളില്ലേ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഇതിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിനൊക്കെ ഭയങ്കര പൈസ ഒരു ബില്ല് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ചാർജ് ഉണ്ടോ നോക്കണം. ആംബുലൻസ് സർവീസ് ഉണ്ടോ നോക്കണം. മറ്റേണിറ്റി കവറേജ് ചിലർക്ക് ആവശ്യമുണ്ടോ അതുണ്ടോ നോക്കണം. ആ ഇഷ്ടമുള്ള റൂം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ചിലരൊക്കെ റൂമിന് ചെറിയ സാധാ റൂമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഏറ്റവും ടോപ്പിൻ്റെ റൂം തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഏത് റൂമും നമുക്ക് കിട്ടുന്ന ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യണം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എമൗണ്ട് കാര്യങ്ങൾ അതിങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കണം. കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് ലോജിക് ഉണ്ട്. എയർ ആംബുലൻസ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഗൻ ഡോണറിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കണം. അതുപോലെ വെയിറ്റിംഗ് പീരീഡ്, എത്ര നാൾ വെയിറ്റിംഗ്. ചില അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് സമയം എടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റേണിറ്റി കവറേജ് ചിലപ്പോൾ 9 മാസം ഉണ്ട്, ചില 12, ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയിരുന്ന കാര്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പാക്കേജുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം, നമുക്ക് ഏത് വേണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തിന് ഇൻഷുറൻസ്, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും പറയാനായില്ല. പിന്നെ ഈ പൈസയൊന്നുമില്ല, എവിടെയും പൈസയില്ല, എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അതിനേക്കാളും നല്ലത് ഈ 10,000 രൂപ സുഖമായിട്ട് നമുക്ക് 10,000 രൂപ കൊടുക്കുക. ഒരു വർഷത്തിൽ 1 മാസത്തെ ശമ്പളം നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു മാസം എങ്ങനെ പോയാലോ ഏതൊരു സാധാരണക്കാരനും ഒരു 10,000 രൂപ ശമ്പളം ഉണ്ടാവും. ആ 10,000 രൂപ ശമ്പളം അങ്ങോട്ട് കൊടുക്കുക. ബാക്കിയുള്ള 11 മാസം സുഖമായിട്ട് കിടന്നുറങ്ങാം മനസ്സമാനത്തോടെ. എനിക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അതിന് ഞാൻ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് ഒരാളുടെ മുമ്പിൽ പറയാം. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എനിക്കും എൻ്റെ ഫാമിലി ഞാനും സേഫാണ്. ഒരു 11 മാസം വരെ സേഫാണ്. ആ 11 മാസം കഴിയുമ്പോൾ വീണ്ടും 1 മാസത്തെ ശമ്പളം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് മാത്രമല്ല, ഇതിനപ്പുറം ഈ ടേം ഇൻഷുറൻസ് എടുക്കണം. ടേം ഇൻഷുറൻസിൻ്റെ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ ഞാൻ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുത്തു വെക്കുക. ചെറുതെങ്കിൽ ഇതാ 10 ലക്ഷത്തിനെ പറഞ്ഞ് ഒരു 5 ലക്ഷത്തിന് എടുത്താൽ മതി, 3 ലക്ഷത്തിന് 2 ലക്ഷത്തിന് എടുത്താൽ മതി. ഏതെങ്കിലും ഒരു ചെറുത് എടുത്തു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾ കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.